ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നിങ്ങൾ പലരും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പെൺകുട്ടിയെ കൊണ്ട് നിങ്ങളിലേക്ക് ഒരു അഡിക്ഷൻ ഫീൽ ഉണ്ടാക്കിയെടുക്കുക എന്നത്. അതിപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആവാം, നിങ്ങളുടെ ക്രഷ് ആവാം, ആര് വേണമെങ്കിലും ആകാം. അതിനു വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു 3 ടിപ്പുണ്ട്. അതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഒരു പെൺകുട്ടിയെ എങ്ങനെ നിങ്ങളിലേക്ക് അഡിക്റ്റ് ആക്കാൻ പറ്റും. ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റിയ ആ 3 വഴികൾ എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇമോഷണൽ സപ്പോർട്ടാണ്. അതായത് എല്ലാ ഗേൾസും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അവർക്കൊരു ഇമോഷണൽ സപ്പോർട്ട് കിട്ടുക എന്നത്. ഇത് മനസ്സറിഞ്ഞ് ആര് ചെയ്തു കൊടുത്താലും അവർ ആ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ആളിലേക്ക് അട്രാക്റ്റ് ആകും എന്നാണ് പറയുന്നത്. ഗേൾസ് പൊതുവെ ചെറിയ കാര്യങ്ങളിൽ ഒരുപാട് സന്തോഷിക്കുകയും സങ്കടപ്പെടുകയും ചെയ്യുന്നവരാണ്. അതായത് മോശമായിട്ടുള്ള സിറ്റുവേഷനിൽ ആര് കൂടെ നിന്നാലും അവരെ സപ്പോർട്ട് ചെയ്താലും അവർ ആ ഒരു കാര്യം ഒരിക്കലും മറക്കില്ല എന്നാണ് പറയുന്നത്. അതായത് ഒരു പെൺകുട്ടിയുടെ ഏറ്റവും മോശപ്പെട്ട ആ ഒരു സിറ്റുവേഷനിൽ നല്ലൊരു ഇമോഷണൽ സപ്പോർട്ട് നിങ്ങൾ നൽകുകയാണെങ്കിൽ അവർ നിങ്ങളെ ജീവന് തുല്യം സ്നേഹിക്കും. നിങ്ങളുടെ അടുത്തേക്ക് അവർ വരും എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ലിസണിങ് ആണ്. അതായത് ഗേൾസ് പൊതുവെ ഒരുപാട് സംസാരിക്കാൻ താല്പര്യമുള്ളവരാണ്. അവർ ഇങ്ങനെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളതെല്ലാം ശ്രദ്ധിച്ച് നിൽക്കുന്നുണ്ട് എന്നൊരു തോന്നൽ അവർക്കുണ്ടായാൽ അവരെല്ലാ കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരും എന്നാണ് പറയുന്നത്. പൊതുവെ ഇപ്പോൾ ഒരു 10 പേര് എടുക്കുകയാണെങ്കിൽ അതിൽ 8 പേരും ഒരുപാട് സംസാരിക്കുന്നവരായിരിക്കും. ഒരു ചെറിയ കാര്യം 1 മിനിറ്റിൽ പറയേണ്ട കാര്യമാണെങ്കിൽ ഗേൾസ് അത് പറയുന്ന ഒരു 5 മിനിറ്റിലായിരിക്കും. കാരണം അവർക്ക് ഒരുപാട് ഇഷ്ടമാണ് ഇങ്ങനെ സംസാരിക്കാനും. പിന്നെ അവർ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരാൾ ശ്രദ്ധിച്ച് നിന്ന് കേൾക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. അതുകൊണ്ട് ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങൾ അതെല്ലാം ശ്രദ്ധിച്ച് കേട്ടോണ്ടിരിക്കുക. അല്ല നിങ്ങൾക്ക് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് ആ ഒരു പെൺകുട്ടി എന്തെങ്കിലും കാര്യം പറയാൻ തുടങ്ങുമ്പോഴത്തേക്ക് എനിക്ക് സമയമില്ല, ഞാൻ പോകുവാണ് എന്നും പറഞ്ഞിട്ട് അവളെ അവിടെ തനിച്ചാക്കി പോകാതെ അവൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നിന്ന് കേൾക്കുകയാണെങ്കിൽ അത് അവൾക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാക്കുകയും പിന്നെ എപ്പോഴും നിങ്ങളുടെ അടുത്തേക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് അവർ വരികയും ചെയ്യും. അങ്ങനെ ഒരു പെൺകുട്ടീനെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. പിന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉള്ളവർക്കും റിലേഷൻഷിപ്പിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവർക്കും ഇനി ഏതെങ്കിലും ഒരു പെൺകുട്ടീനെ ഒന്ന് സെറ്റ് ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ വിഷപ്പിച്ച് നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഇനി നമ്മുടെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ചിരിയാണ്, സ്മൈല്. നന്നായിട്ട് ചിരിച്ച് വേണം ഗേൾസിനോട് എപ്പോഴും സംസാരിക്കാൻ. ചില ഗേൾസിന് ഒരു വിചാരമുണ്ട്, ആൺകുട്ടികൾ പൊതുവെ ഭയങ്കര ദേഷ്യക്കാരായിരിക്കും, അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. ഇങ്ങനത്തെ ചിന്തകൾ ഒഴിവാക്കാൻ ചിരി ഒരുപാട് സഹായിക്കും. ചിരിച്ച് തമാശയൊക്കെ പറയുന്ന ആൺകുട്ടികളെ പൊതുവെ ഗേൾസിന് ഒരുപാട് ഇഷ്ടമാണ്. എ സ്മൈൽ ഇസ് എ കർവ് ദാറ്റ് സെറ്റ്സ് എവരിത്തിങ് സ്ട്രെയിറ്റ് എന്ന് കേട്ടിട്ടില്ലേ? ഈ ചിരി എന്ന് പറയുന്നത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ആണ്. നിങ്ങളൊരു പാവമാണ്, നിങ്ങൾ അങ്ങനെ ദേഷ്യപ്പെടുത്തൊന്നും ഇല്ല, നിങ്ങളുടെ അടുത്ത് വന്നിരുന്ന് സംസാരിച്ചാൽ നിങ്ങൾ ഹാപ്പി ആകും. ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കാനും നിങ്ങളുടെ അടുത്തേക്ക് വന്ന് സംസാരിക്കാനും ഒക്കെ ഈ ഒരു ചിരി ഒരുപാട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പൊതുവെ നോക്കുകയാണെങ്കിൽ പെൺകുട്ടികൾക്ക് നന്നായിട്ട് ചിരിക്കുന്ന ആൺകുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ്. മനോഹരമായ ചിരിയിലൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ ഒരു പെൺകുട്ടിയെ നിങ്ങളിലേക്ക് അഡിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ 3 കാര്യങ്ങളും എല്ലാവർക്കും ലൈഫിൽ ഒരുപാട് യൂസ്ഫുൾ ആകും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.